ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഞങ്ങളിത് എങ്ങനെയാണ് വറ്റിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് വറ്റിക്കുന്നതിനായിട്ട് ഞാനിതൊരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും. പെട്ടെന്ന് തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുകാണ് ചേർക്കുന്നത്. അപ്പോൾ മീൻകറിയിൽ കടുക് പൊട്ടിക്കാത്തവരുണ്ടോ? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും, അതായത് ചെറിയുള്ളി, വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, അതുപോലെ പച്ചമുളക് എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നു വന്നോട്ടെ. അപ്പോൾ നമ്മളൊരു മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് സവോള വഴറ്റി, തക്കാളി വഴറ്റി അങ്ങനെയൊക്കെ കുറേ സമയം പോകാറുണ്ടല്ലോ അല്ലേ. ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നു. ഇനി നമ്മളിതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല നമ്മുടെ മണമൊന്ന് വ്യത്യാസപ്പെടുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് എത്രത്തോളം മൂപ്പിക്കുന്നോ അത്രത്തോളം കളറ് നമ്മുടെ കറിക്കുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. കുറച്ചധികം കൂടെ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറ്റി വരുന്ന സമയത്ത് നന്നായി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ബാലൻസ് ഉള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ടത് കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തില്ല. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞൻ മത്തി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞൻ മത്തി ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാണ്? അയില, മത്തി, അങ്ങനെ ഒരുപാട് തരം മീനുകളുണ്ടല്ലോ. അത് ഏതാണെന്നുള്ളത് കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ മുഴുവൻ മീനിനെയും ഞാനിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വല്ലാണ്ട് ഒന്നും ഇളക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 1-2 മിനിറ്റ്. അപ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ബാക്കിയെല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നമ്മളിതിനെ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വറ്റിച്ചെടുത്താൽ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ കുഞ്ഞൻ മത്തി വറ്റിച്ചത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.